ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അജിൻ. ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിലെ ഫൈനൽ ലെവൽ വിദ്യാർത്ഥിയാണ്. സോ നിങ്ങൾക്കിപ്പോൾ ഡിഗ്രിക്ക് 6th സെമസ്റ്ററിന് ഒരു പുതിയ പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സ് ആൻഡ് GST. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഈ തീരുമാനത്തെ ഞാൻ ഏറ്റവും ഇതായിട്ട് അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ മൊത്തം ഡിഗ്രി സിലബസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഇൻകം ടാക്സ് ആൻഡ് GST. കാരണം നമ്മളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു GST പ്രാക്ടീഷണറോ ഒരു GST കൺസൾട്ടൻറ്റോ ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പേപ്പറിലെ നോളജ് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ പലരും ഡിഗ്രിക്ക് ശേഷം പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, CMA, CS തുടങ്ങിയ കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർക്കെല്ലാവർക്കും തന്നെ ഈ പേപ്പറിലെ നോളജ് വളരെ എസെൻഷ്യലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ GST ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറുടെ ഒരു എക്സാം ഉണ്ട്, പലർക്കും അതറിയില്ല. അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ എഴുതുന്നവർക്ക് ഇതിൻ്റെ നോളജ് വളരെ എസെൻഷ്യലാണ്. സോ നമ്മൾ ആദ്യം തന്നെ ഡീൽ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ പോർഷനാണ്. GST നിങ്ങൾക്കറിയാം, പുതിയ ലോ ആണ്. അതായത് നമ്മുടെ ഗവൺമെൻറ് 1 ജൂലൈ 2017 ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. ഒരുപാട് പരീക്ഷണങ്ങൾക്കും സജഷനൊക്കെ ശേഷം നമ്മുടെ ഗവൺമെൻറ് 1 ജൂലൈ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കണതാണ്. അതുപോലെ തന്നെ ഈ ലോയിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലോയാണ്. കാരണം നമ്മളിപ്പോൾ ഇന്നുള്ള റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നാളെ, ഡെയിലി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറുള്ളൊരു ലോയാണ്. എല്ലാ ദിവസങ്ങളിലും ലോയിൽ അമെൻമെൻറ്റ്സ് വരാൻ ചാൻസ് ഉള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലോയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗുമാണ്. പിന്നെ നിങ്ങളെല്ലാവരും ഇൻകം ടാക്സ് പഠിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ മുന്നത്തെ സെമസ്റ്ററുകളിൽ. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GST കുറച്ചും കൂടെ സിമ്പിൾ ലോയാണ്. അതായത് വോളിയം ഇല്ല. ഇൻകം ടാക്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ വോളിയം കുറവാണ്, പക്ഷേ കൺസെപ്റ്റ്സ് ഉണ്ട്. ഓരോരോ കൺസെപ്റ്റുകൾ നമ്മളിങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം. എനിക്കറിയാം ഈ പുതിയൊരു ലോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കധികം പരിചയം ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കൺസെപ്റ്റുകളും ബിൽഡ് ചെയ്തിട്ട് ആണ് നമ്മൾ മുന്നോട്ട് പോവുക. ഓരോ കൺസെപ്റ്റും മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമ്മൾ പോകുകയുള്ളൂ. ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ലോ ആണ്. സോ നമുക്ക് GSTയിലേക്ക് തന്നെ കടക്കാം. നമ്മുടെ ഇന്ത്യയിൽ 2 ടൈപ്പ് ഓഫ് ടാക്സസ് ആണുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബർഡൻ ഓഫ് ടാക്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ബർഡൻ ഓഫ് ടാക്സ് നമുക്ക് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് ഇപ്പോൾ എൻ്റെ ഇൻകം ടാക്സ് ഞാൻ തന്നെ അടയ്ക്കണം, അത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അജിൻ്റെ ഇൻകം ടാക്സ് അജിൻ തന്നെ അടയ്ക്കണം, ജോബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബർഡൻ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് ടാക്സ് ബർഡൻ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ടാക്സ് ബർഡൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് നമ്മുടെ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. നിങ്ങളെല്ലാവരും ഫുട്ബോൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഫുട്ബോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ഫാൻസ് ഉള്ള പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ലയണൽ മെസ്സി, മറ്റൊന്ന് നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ, മറ്റൊന്ന് നമ്മുടെ നെയ്മർ ജൂനിയർ. അപ്പോൾ ഇവരെ 3 പേരെയും വെച്ചുകൊണ്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം എന്താണ് ട്രാൻസ്ഫർ ഓഫ് ടാക്സ് ബർഡൻ. സോ ലെറ്റ് us ഗോ ടു ദാറ്റ് എക്സാമ്പിൾ. സോ നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ലയണൽ മെസ്സിനെ ഞാൻ LM ഇടുകയാണ്. മറ്റേതെന്താണ്? അടുത്ത ആൾ CR7, ക്രിസ്ത്യാനോ റൊണാൾഡോനെ CR7 ഇടുന്നു, നെയ്മറിനെ ഇടുന്നു. സോ നമ്മുടെ റേറ്റ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് 10%. ആക്ച്വലി നമുക്ക് ഇങ്ങനെ ഒരു റേറ്റ് ഓഫ് ടാക്സ് ഇല്ല. നമ്മൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് GSTയുടെ റേറ്റ് ഓഫ് ടാക്സ് 10% ആണ്. സോ ലയണൽ മെസ്സി എന്ത് ചെയ്യാണ്? ലയണൽ മെസ്സി CR7 ഗുഡ്സ് വിൽക്കുകയാണ്. എന്ത് ഗുഡ്സാണ്? ഫുട്ബോൾ തന്നെ ആയിക്കോട്ടെ, ഫുട്ബോൾ സെയിൽ ചെയ്യാണ്. ഇതേ ഫുട്ബോൾ തന്നെ CR7 എന്ത് ചെയ്യാണ്? നെയ്മറിന് സെല്ല് ചെയ്യാണ്. ലയണൽ മെസ്സി ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ₹10,000 ഈ ഫുട്ബോൾ സെയിൽ ചെയ്യുന്നത്. CR7 നെയ്മറിനത് വിൽക്കുമ്പോൾ നമ്മൾ മേടിച്ച സാധനം വിൽക്കുമ്പോൾ എപ്പോഴും നമ്മൾ വാല്യൂ ആഡ് ചെയ്തിട്ടേ വിൽക്കുള്ളൂ. സോ ₹20,000 എന്ത് ചെയ്യുന്നത്? CR7 നെയ്മറിന് ഫുട്ബോൾ വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ടാക്സ് റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 10% ആണ്. അപ്പോൾ ഇതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹1,000 ആണ്.
ഇവിടെ അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 വിൽക്കുന്നത്, അപ്പോൾ 2,000 റുപ്പീസാണ്. അപ്പോൾ ലയണൽ മെസ്സി CR7 ഇത് വിൽക്കുമ്പോൾ ലയണൽ മെസ്സിക്കാണ് എന്ത് ടാക്സ് ലയബിലിറ്റി. ആരാണോ വിൽക്കുന്നത് അവരാണ് ടാക്സ് അടയ്ക്കാൻ ഉത്തരവാദികൾ. സോ ലയണൽ മെസ്സി CR7 വിൽക്കുമ്പോൾ CR7 ചെയ്യുന്ന എന്ത് ചെയ്യും, ഈ 10,000 രൂപയും ഒപ്പം അതോടൊപ്പം ടാക്സ് ആയ 10,000 റുപ്പീസും കൂടെ കൂട്ടിയിട്ട് ₹11,000 റുപ്പീസ് എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതായത് ഈ ടാക്സ് അമൗണ്ട് ആയ 1,000 റുപ്പീസ് എന്ത് ചെയ്യുന്നു, CR7 എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ടാക്സ് ലയബിലിറ്റി ലയണൽ മെസ്സിയുടെ ആണെങ്കിലും ഈ 1,000 റുപ്പീസ് എന്ത് ചെയ്യുന്നു, CR7 നിന്ന് കളക്ട് ചെയ്ത് അടയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും അതേ അവസ്ഥയാണ്. എന്താ, നമ്മളായിരിക്കും ആ ടാക്സ് കൊടുക്കുന്നത്. ഇപ്പോൾ അവർ കഴിച്ച ഫുഡിൻ്റെ ബിൽ എമൗണ്ട് ഉണ്ടാവും, അതോടൊപ്പം തന്നെ എന്താണ് ടാക്സ് എമൗണ്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒരുമിച്ച് നമ്മുടെ നിന്ന് കളക്ട് ചെയ്യും. ഫൈനൽ കൺസ്യൂമറുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇനി CR7 നെയ്മർക്ക് വിൽക്കുമ്പോൾ എന്താണ് 2,000 റുപ്പീസ് ഉണ്ട്, അതും നമ്മൾ എന്ത് ചെയ്യുന്നു, നെയ്മറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. CR7 ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യുന്നു, നെയ്മറുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിലൂടെ CR7 ഈ 2,000 റുപ്പീസിൻ്റെ ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യുന്നു, നെയ്മറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ആരാണ് ഫൈനൽ കൺസ്യൂമർ അവരിലേക്കായിരിക്കും എന്ത് ചെയ്യുക, ടാക്സ് ബർഡൻ ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് ബർഡൻ ഓഫ് ടാക്സ് ട്രാൻസ്ഫറിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് ഇത്. സോ നമ്മളിപ്പോൾ ഇത്രയും കഥ പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന GST ഒരു ഇൻഡയറക്റ്റ് ടാക്സേഷനാണ്. സോ നമുക്ക് GSTയുടെ ഫർദർ കൺസെപ്റ്റ്സിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു GST ഏതൊരു ആക്റ്റും അതിൻ്റെ ആപ്ലിക്കബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ചാർജിങ് പ്രൊവിഷൻ നമ്മൾ പറയും. അത് ട്രിഗർ ചെയ്യണമെങ്കിൽ ആ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ GST ആണെങ്കിൽ GST ലോയിൽ പറഞ്ഞിട്ടുള്ള ഇവൻറ്റ്സ് സംഭവിക്കണം. നമ്മുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്നത് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, GST ലയബിലിറ്റി എറേസ് ചെയ്യുന്നത്, GST അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്നത്. സോ അതിന് നമ്മൾ GSTയിൽ പറയുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ എന്നാണ്. സപ്ലൈ. ഇപ്പോൾ നിങ്ങൾ ഈ ടേം എന്തായാലും ഓർത്ത് വെക്കണം, കാരണം നമ്മൾ ഇനിയുള്ള GSTയുടെ സെഷൻസിലെല്ലാം നമ്മൾ പറയാൻ പോകുന്നൊരു ടേമാണ് സപ്ലൈ. ഈ സപ്ലൈയിൽ വേറൊരു കേസ് കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. സപ്ലൈയിൽ നമ്മൾ ഇത് മാത്രമല്ല, അതായത് സെയിൽ മാത്രമല്ല, ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്ചേഞ്ച് ഉണ്ട്, അങ്ങനെ സെയിലിനെ കൂടാതെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പുറമെ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ സിലബസിലേ ടച്ച് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഒഴിവാക്കുന്നത്. സോ നമ്മൾ സപ്ലൈയുടെ കേസിൽ നമുക്കിപ്പോൾ സെയിലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ GSTയിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ടേം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്ലൈ. സോ വെനെവർ ദെയർ ഈസ് എ സപ്ലൈ, ടാക്സ് ലയബിലിറ്റി അറൈസസ്, GST ലയബിലിറ്റി അറൈസസ്. ആ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിൽ വെക്കുക. സോ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നോർമലി എപ്പോഴാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സപ്ലൈ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഡൗട്ട് വരും, അപ്പോൾ സാർ പറഞ്ഞു സപ്ലൈ വരുമ്പോൾ GST ലയബിലിറ്റി വരും എന്ന് പറഞ്ഞു. പക്ഷേ ഈ എല്ലാ സപ്ലൈസും GST ലയബിലിറ്റി വരുമോ? എല്ലാ ഗുഡ്സും സർവീസസും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ GST ലയബിലിറ്റി വരുമോ? തീർച്ചയായിട്ടും ഇല്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഗവൺമെൻറ് എന്താണ് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ. നമ്മുടെ മദ്യം സെയിൽ ചെയ്യുമ്പോൾ GST വരില്ല. ഗവൺമെൻറ് മദ്യത്തിനെ GSTയുടെ പെർവ്യൂന്ന് തന്നെ ഔട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. നമ്മളെപ്പോഴും TV കാണുന്നതാണ്, ന്യൂസിലൊക്കെ കാണുന്നതാണ്, പെട്രോളിനെ GSTയുടെ പരിധിയിൽ ഇൻക്ലൂഡ് ചെയ്യണം, പെട്രോളിനെ ഇങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസിൽ കാണുന്നതാണ്. കാരണം പെട്രോൾ GSTയുടെ പരിധിയിലല്ല. പെട്രോളിനെ നമ്മൾ എന്ത് ചെയ്തു, സ്പെസിഫിക്കലി GSTയുടെ പെർവ്യൂവിൽ നിന്ന് ഔട്ടാണ്. അതിൽ സ്പെസിഫിക്കലി തന്നെ അവർ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പെട്രോളിയം ക്രൂഡ്, മറ്റൊന്ന് ഹൈ സ്പീഡ് ഡീസൽ, പിന്നെ മോട്ടോർ സ്പിരിറ്റ്. ഈ മോട്ടോർ സ്പിരിറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പെട്രോൾ എന്ന് പറയുന്നത്. മോട്ടോർ സ്പിരിറ്റാണ് നമ്മുടെ പെട്രോള്. പിന്നെ നാച്ചുറൽ ഗ്യാസ്, പിന്നെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. നമ്മുടെ ഈ ഫ്ലൈറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഫ്യൂവലാണ് ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ GSTയുടെ പെർവ്യൂവിൽ നിന്ന് സ്പെസിഫിക്കലി ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ സെയിൽ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് GST ആപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ ഇതിനൊക്കെ VAT ആണ്, സ്റ്റേറ്റിൻ്റെ VAT ആണ് ആപ്ലിക്കബിൾ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റിലേക്ക് പോവാം. നമ്മൾ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GST പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു ഇത് പഠിക്കുമ്പോഴും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യൂ കിട്ടണമെങ്കിൽ
നമ്മുടെ GST പ്രോസസ് ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. സോ നമ്മൾ ഈ സ്ലൈഡിലൂടെ നമ്മൾ എന്താണ് GST പ്രോസസ്സിനെ കുറിച്ചാണ്, GST പ്രോസസ് പ്രാക്ടിക്കൽ എക്സാമ്പിൾ. എങ്ങനെയാണ് ഒരു GSTയുടെ ഒരു സ്ഥാപനത്തിലെ GST നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ് GSTയുടെ ടാക്സും ലയബിലിറ്റിയും എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് പോവാം. നമ്മുടെ ലയണൽ മെസ്സിനെയും ക്രിസ്ത്യാനോ റൊണാൾഡോവിനെയും നെയ്മറിനെയൊക്കെ നമുക്ക് വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരാം. സോ ലയണൽ മെസ്സി CR7, നെയ്മർ. റേറ്റ് ഓഫ് ടാക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ അസ്യൂം ചെയ്യാണ് 10%. സോ വിൽക്കുന്നു റുപ്പീസ് 10,000-നാണ് നമ്മൾ വിൽക്കുന്നത് ഫുട്ബോൾ. CR7 ആ ഫുട്ബോൾ തന്നെ നെയ്മറിന് റുപ്പീസ് 20,000-നാണ് വിൽക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സ് വരുന്നത് എന്താണ് 1,000 റുപ്പീസാണ്. ഇവിടെ 2,000 റുപ്പീസാണ് വരുന്നത്. സോ ഇനി നമ്മൾ എന്താണ് CR7ൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മുടെ ടാക്സ് പേയ്മെൻറ്റ് വരുന്നത്, എത്ര രൂപ നമ്മൾ ടാക്സ് അടയ്ക്കാം, GST അടയ്ക്കണം എന്നത് നമുക്ക് നോക്കാം. CR7 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ CR7 20,000 റുപ്പീസിന് നെയ്മറിന് വിറ്റു. അപ്പോൾ CR7ൻ്റെ എന്താണ് ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറയുന്നത് എന്താ, അതായത് 2,000 റുപ്പീസ് GST അടയ്ക്കാൻ CR7 അടയ്ക്കണം. ഇതിനെ നമ്മൾ GSTയിൽ പറയാം ഔട്ട്പുട്ട് ടാക്സ് എന്നാണ്. ഔട്ട്പുട്ട് ടാക്സ്. ഈ 2,000 റുപ്പീസ് അടയ്ക്കാൻ CR7 ആണ് ലയബിലിറ്റി. പക്ഷേ ഈ CR7 പർച്ചേസ് ചെയ്തപ്പോൾ, അതായത് ലയണൽ മെസ്സിയുടെ കയ്യിൽ നിന്ന് 10,000 റുപ്പീസിന് ഫുട്ബോൾ പർച്ചേസ് ചെയ്തപ്പോൾ എന്താണ് 1,000 റുപ്പീസ് ടാക്സ് അടച്ചിട്ടുണ്ട്. ഈ ടാക്സ് നമുക്ക് ഇപ്പോൾ നമ്മൾ അടയ്ക്കാനുള്ള 2,000 റുപ്പീസിൽ നിന്ന് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ GSTയിലെ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്. GSTയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻപുട്ട് ടാക്സ്. സോ നമ്മൾ ഈ 1,000 റുപ്പീസ് ഈ ഫുട്ബോൾ മേടിച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണല്ലോ ലയണൽ മെസ്സി കളക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ടാക്സ് പേ ചെയ്തിട്ടുണ്ട്. ആ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം 1,000 റുപ്പീസ്. അപ്പോൾ നമ്മുടെ നെറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, നെറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ റുപ്പീസ് 1,000 നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടി വരുള്ളൂ. ഈ ടാക്സിനെ നമ്മൾ 1,000 റുപ്പീസ് ആദ്യം പേ ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താ പറയുക, ഇൻപുട്ട് ടാക്സ് എന്നാണ് പറയുക GSTയിൽ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മൈനസ് ചെയ്തിട്ടുള്ള നെറ്റ് ടാക്സ് ലയബിലിറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി വേറൊരു രീതിയിൽ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ GST എപ്പോഴും ഒരു വാല്യൂ ആഡഡ് ടാക്സ് തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് CR7 എത്രയാണ്, 10,000 റുപ്പീസിനാണ് ഇത് പർച്ചേസ് ചെയ്തേക്കണം. എന്നിട്ട് എന്ത് ചെയ്തു, 20,000 റുപ്പീസിന് എന്ത് ചെയ്തു, നെയ്മറിന് ആ പ്രൊഡക്റ്റ് റീസെയിൽ ചെയ്തു. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തേക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10,000 റുപ്പീസാണ് CR7 ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത്. 10,000 റുപ്പീസിന് മേടിച്ചു, 20,000 റുപ്പീസിന് വിറ്റു. സോ CR7ൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 10,000 റുപ്പീസ്. നമ്മുടെ ടാക്സ് റേറ്റ് എത്രയാണ്, 10%. നമ്മുടെ ടാക്സ് റേറ്റ് 10%. സോ അതിൻ്റെ ടാക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1,000 റുപ്പീസ്. ഇത് തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. സോ GST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് വാല്യൂ ആഡ് ചെയ്യുന്നു അതിൻ്റെ ടാക്സ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളൂ. സോ ഇതാണ് നമ്മുടെ GSTയുടെ ഒരു പ്രോസസ്സ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ലയബിലിറ്റി അറൈസ് ചെയ്യും. ആ ലയബിലിറ്റിയുടെ ടാക്സ് നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ടാവും. ആ ടാക്സിന് പറയുന്ന പേരാണ് എന്ത്, ഇൻപുട്ട് ടാക്സ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് മൈനസ് ചെയ്തിട്ട് നെറ്റ് ടാക്സേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് GSTനെ പറയുന്നത്, GSTയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്താണ്, GST ഈസ് എലിമിനേറ്റിംഗ് ദ കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ്. മറ്റ് വാറ്റിനെ അപേക്ഷിച്ച് GST എന്ത് ചെയ്യുന്നു, കാസ്കേഡിംഗ് എഫക്റ്റ്. വാറ്റിലാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള 1,000 റുപ്പീസിൻ്റെ ക്രെഡിറ്റ് കിട്ടില്ല, നമ്മൾ വാറ്റിൽ പേ ചെയ്യുമ്പോൾ ഈ ക്രെഡിറ്റ് കിട്ടില്ല. പക്ഷേ GSTയിൽ വന്നപ്പോൾ എന്താണ്, നമ്മൾ ഓൾറെഡി പേ ചെയ്ത ഇതിന് നമുക്ക് എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് കിട്ടുന്നു. ബാക്കി മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്താൽ മതി. ഇതാണ് GSTയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയണത്. സോ ഈ കൺസെപ്റ്റൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ ഇതിൻ്റെ ബേസിക്സ് ആണ്. നമ്മൾ ഫ്യൂച്ചർ വീഡിയോസിലേക്ക് പോകുമ്പോൾ
ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ടേംസ് ഒക്കെ നന്നായിട്ട് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് സപ്ലൈ ആണ്. നമുക്ക് 2 ടൈപ്പ് ഓഫ് സപ്ലൈസ് ആണുള്ളത്. ഇൻട്രാ സ്റ്റേറ്റും ഉണ്ട്, ഇൻ്റർ സ്റ്റേറ്റും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾ, കേരള ടു കേരള, കേരളത്തിലുള്ള ഒരാൾ കേരളത്തിൽ തന്നെ ഉള്ള ഒരാൾക്ക് ഗുഡ്സോ സർവീസോ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് അതെന്ത് പറയുന്നത്, ഇൻട്രാ. ഇത് ശ്രദ്ധിച്ചാൽ മതി, ഇൻട്രാ, ഉള്ളിൽ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. അതായത് സെയിം സ്റ്റേറ്റിലുള്ള ഒരാൾ സെയിം സ്റ്റേറ്റിലുള്ള ആൾക്ക് തന്നെ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. അതായത് ഇപ്പോൾ കേരളത്തിലുള്ള ആൾ തമിഴ്നാട്ടിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾ കർണാടകത്തിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉള്ളതാണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആണ്. ഇത് വിത്തിൻ ദ സ്റ്റേറ്റ് ആണ്, മറ്റേത് ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആണ്. അപ്പോൾ വിത്തിൻ ദ സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് വരുന്ന ടാക്സ് ആണ് CGSTയും SGSTയും. ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് വരുമ്പോഴാണ് നമുക്ക് വരുന്ന ടാക്സ് ആണ് IGST. ഇപ്പോൾ GST നമ്മൾ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴേ ഗവൺമെൻറ് പറഞ്ഞത്, ഗവൺമെൻറ് മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആക്ഷൻ 1 ടാക്സ് എന്നാണ്. പക്ഷേ ആക്ച്വലി അതല്ല. GSTൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് 3 ടാക്സ് ഉണ്ട്. ഒന്ന് CGST, ഒന്ന് SGST, ഒന്ന് IGST. അപ്പോൾ ഓരോ സപ്ലൈ അനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്യേണ്ട ടാക്സ് മാറും. സോ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈപ്സ് ഓഫ് സപ്ലൈയിൽ ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഇതിൻ്റെ ബേസിക്സ് ആണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്, ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് CGST ആണോ ആപ്ലിക്കബിൾ അതോ IGST ആണോ ആപ്ലിക്കബിൾ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോവാം, റേറ്റ്സ് ഇൻ GST. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സപ്ലൈ നമ്മൾ പറയും. എക്സംപ്റ്റഡ് സപ്ലൈൻ്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗവൺമെൻറ് പറയും നമ്മുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്, ഇപ്പോൾ GSTയുടെ പെർവ്യൂവിൽ വരുന്ന സാധനങ്ങൾ തന്നെയാണ്, പക്ഷേ നീ തൽക്കാലം ടാക്സ് തരണ്ട, നിൻ്റെ ടാക്സ് റേറ്റ് 0 ആണ്. GST ഉണ്ട്, GSTയുടെ ആപ്ലിക്കബിലിറ്റി ഉണ്ട് നിനക്ക്, പക്ഷേ നീ തൽക്കാലം ടാക്സ് തരണ്ട, ഇന്ന ടാക്സ് തരുന്നതിന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് എക്സംപ്റ്റഡ് സപ്ലൈസ്. ഇപ്പോൾ നിങ്ങൾ ഈ അടുത്ത് ന്യൂസിൽ കണ്ടു കാണും, നമ്മുടെ ഈ അടുത്ത് റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു മൂവിയാണ് കാശ്മീർ ഫയൽസ്. കാശ്മീർ ഫയൽസിനെ പല സ്റ്റേറ്റും ഈ GSTയുടെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഫാം പ്രൊഡക്ട്സും ലൈവ് ഫിഷ്, എഗ്ഗ്, അങ്ങനത്തെ കുറേ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്തൊക്കെയാണെന്ന്. കുറച്ച് കാര്യങ്ങളുണ്ട്. GST ബൈ നോട്ടിഫിക്കേഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ പ്രൊഡക്ട്സിനെയും സർവീസിനെയും അവർ എക്സംപ്റ്റ് ചെയ്യും. പിന്നെയുള്ള മേജർ റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് 5% ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാവുന്ന പോലെ തന്നെ ബ്രാൻഡഡ് റൈസ്, നട്ട്സ്, ഗ്രേപ്സ്, ഇതിനൊക്കെ 5% ടാക്സ് ആണ്. ഈ 5% എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണേ, ഇത് CGST ആണെങ്കിൽ എന്താവും, 2.5% CGSTയും 2.5% എന്താണ് SGSTയും, ഹാഫ് ആവും. IGST ആണെങ്കിൽ എന്താണ്, IGST ആണെങ്കിൽ എന്താ 5% തന്നെ, സെയിം സാധനം തന്നെ. CGST ആകുമ്പോൾ ഈക്വലായിട്ട് CGST SGST ആയിട്ട് 2.5% പോകും. ഇതാണെങ്കിൽ അതേപോലെ തന്നെ 6%, 6%. IGST ആണെങ്കിൽ 12%. പിന്നെയുള്ള ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12% ആണ്. ഫ്രൂട്ട് ജ്യൂസ്, ആനിമൽ ഫാക്ട്, ഇതിനൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ 18% ഉണ്ട്. ഒന്നും കവർ ചെയ്യാത്ത സാധനങ്ങളാണ് കൂടുതലായിട്ടും 18%. വേറെ ഒന്നിലും കവർ ചെയ്യാത്ത സാധനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സും സർവീസസും വരുന്ന റേറ്റ് 18% ആണ്. പിന്നെ ഉള്ളത് 28% ആണ്. പാൻ മസാല, നോൺ ആൽക്കഹോളിക് ബിവറേജസ്. ഇവിടെ നേരത്തെ പറഞ്ഞില്ല, ആൽക്കഹോളിക് ബിവറേജസ് ആണ് GSTയുടെ പെർവ്യൂ തന്നെ വരില്ല, പക്ഷേ ഇത് നോൺ ആൽക്കഹോളിക് ആണ്. നോൺ ആൽക്കഹോളിക് ബിവറേജസ് അതിന് ടാക്സ് 28% ആണ്. ഇപ്പോൾ നമ്മുടെ ഗോൾഡ്, സിൽവർ, ഓർണമെൻറ്റ്സ് ഇതിനൊക്കെ 3% ആണ്. ഇത് IGST റേറ്റ് ആണ്. ഇപ്പോൾ CGST SGSTയും വരുമ്പോഴത്തേക്കും 1.5%, 1.5% വരും. CGST SGSTയും വരുമ്പോൾ ഹാഫ് ആയിട്ട് വരും, ഹാഫ് റേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റേറ്റ്സിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇങ്ങനെ ഓരോ സാധനത്തിനും ഓരോ റേറ്റ്സ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ആ റേറ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം രജിസ്ട്രേഷനാണ്. GST രജിസ്ട്രേഷൻ. ഇപ്പോൾ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ഥലത്ത് ക്ലാസ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ലെക്ചർ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സാർ പറഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സും സർവീസസും ഉണ്ടാകുമ്പോൾ എന്താണ് നമുക്ക് GST അടയ്ക്കണമെന്ന്. പക്ഷെ എൻ്റെ അച്ഛനൊരു ടൗണിലൊരു ടീ സ്റ്റാളുണ്ട്. പക്ഷെ അച്ഛൻ ഞങ്ങൾ GST ഒന്നും ഞങ്ങൾ കളക്ട് ചെയ്യുന്നില്ല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ എന്ന് ചോദിച്ചു. വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ GST ആപ്ലിക്കബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കാണ് GST ആപ്ലിക്കബിലിറ്റി വരേണ്ടത്. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ഒരിക്കലും GST ലയബിലിറ്റി വരുന്നില്ല. അപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതിൻ്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താണ്,
അവർ അഗ്രിഗേറ്റ് ടേൺ ഓവറിൻ്റെ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്ര ടേൺ ഓവർ നമ്മുടെ ഒരു വർഷം അഗ്രിഗേറ്റ് ടേൺ ഓവർ ഈ പറഞ്ഞ ലിമിറ്റുകളിൽ കൂടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. വോളണ്ടറി വേണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എനിക്കിപ്പോൾ ഇത്രയും ടേൺ ഓവർ ഒന്നും കൂടിയിട്ടില്ല, പക്ഷേ എനിക്ക് വോളണ്ടറി രജിസ്റ്റർ ചെയ്ത് വെറുതെ ടാക്സ് അടച്ചു പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഇപ്പോൾ കമ്പൽസറി ഈ പറഞ്ഞ ടേൺ ഓവറിൻ്റെ ഉള്ളിൽ അപ്പുറം വരുന്നവർക്ക്, ലിമിറ്റ് ക്രോസ് ചെയ്യുന്നവർക്ക് എന്തായാലും GST രജിസ്ട്രേഷൻ കമ്പൽസറി ആണ്. അപ്പോൾ പല ലിമിറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 10 lakhs ആണ് ഫസ്റ്റത്തെ ഒരു ലിമിറ്റ്. അത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനാണ് അത് ആപ്ലിക്കബിൾ ആവുക. നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഈസ്റ്റേൺ സൈഡിലുള്ള ആൾക്കാരുണ്ട്, അവർക്കാണ് അത് ആപ്ലിക്കബിൾ ആവുക. നമ്മുടെ മണിപ്പൂർ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനങ്ങളിൽ 10 ലക്ഷത്തിൽ കൂടുതൽ എന്താണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ അത് ആപ്ലിക്കബിൾ ആണ്. ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സെയിൽസിൻ്റെ ഫിഗറാണ്. നമ്മുടെ മൊത്തം ഒരു വർഷം നമ്മൾ എത്ര സെയിൽ ചെയ്യുന്നു അതിൻ്റെ ഫിഗറാണ് അഗ്രിഗേറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഈ സ്റ്റേറ്റിൽ വന്നാൽ കമ്പൽസറിലി രജിസ്റ്റർ ചെയ്യണം. നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇനി 20 ലക്ഷം, ഇതാണ് മിക്ക കേസുകളിലും വരുന്നത്. 20 ലക്ഷത്തിൽ കൂടുതൽ ഒരു സ്റ്റേറ്റിൽ ടേൺ ഓവർ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പൽസറി രജിസ്റ്റർ ചെയ്യണം. ഇനി ഒരാൾ എക്സ്ക്ലൂസീവ്ലി എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് ഗുഡ്സിൽ മാത്രം എൻഗേജ് ചെയ്യുന്നുള്ളൂ, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ ചില സ്റ്റേറ്റുകളിൽ എന്താണ് 40 ലക്ഷമാണ് അതിൻ്റെ ലിമിറ്റ്. നിങ്ങളുടെ സിലബസിൽ അത് ഏതൊക്കെ സ്റ്റേറ്റ് ആണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. 40 ലക്ഷമാണ് അതിൻ്റെ ലിമിറ്റ്, എക്സ്ക്ലൂസീവ്ലി എൻഗേജ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. സോ ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ്റെ ലിമിറ്റ്. അപ്പോൾ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു വർഷത്തെ ടേൺ ഓവറാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ GSTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് രജിസ്ട്രേഷൻ ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മിസ്റ്റർ എക്സിന് എന്താണ്, കേരളത്തിലൊരു ഫേം ഉണ്ട്, കേരളത്തിലൊരു എൻ്റർപ്രൈസ് ഉണ്ട്, കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, പിന്നെ ഡൽഹിയിലും ഉണ്ടെന്ന് വെച്ചോ. ഡൽഹിയിലുണ്ട്, 3 സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 സംസ്ഥാനത്ത് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കണം, സെപ്പറേറ്റ് ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കണം. GSTയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റ് വൈസ് രജിസ്ട്രേഷൻ ആണ്. സോ നമ്മൾ 3 സംസ്ഥാനത്ത് എടുക്കണം. നമ്മൾ കേരളത്തിലും എടുക്കണം, തമിഴ്നാട്ടിലും എടുക്കണം, ഡൽഹിയിലും എടുക്കണം. അപ്പോൾ കേരളത്തിൻ്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്, ഇതിൻ്റെ 33 ആണ്. അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ GST നമ്പറിൽ തുടങ്ങുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോഡ് വെച്ചിട്ടാണ്. അപ്പോൾ കേരളത്തിൻ്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആണ്, തമിഴ്നാടിൻ്റെ പറഞ്ഞാൽ 33 ആണ്. അപ്പോൾ നമ്മൾ ഓരോ സംസ്ഥാനത്തും എടുക്കണം. അപ്പോൾ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇത് ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം എടുത്താൽ മതിയോ അതോ മൊത്തത്തിൽ എടുക്കണമെന്ന്. അതായത് പല സംസ്ഥാനങ്ങളിലും ബിസിനസ് ചെയ്തുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഈ അഗ്രിഗേറ്റ് ടേൺ ഓവർ എടുക്കേണ്ടത് പാൻ ബേസിലാണ്, ഓൾ ഇന്ത്യ ബേസിൽ എടുക്കണം. ഇവിടെ 5 ലക്ഷം ഉള്ളൂ, ഇവിടെ 10 ലക്ഷം ഉണ്ട്, ഇവിടെ എനിക്ക് എന്താണ് 10 ലക്ഷം ഉണ്ട്. അപ്പോൾ ഈ സംസ്ഥാനത്ത് ഞാൻ രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന് ഇപ്പോൾ ഓരോ സെപ്പറേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു സംസ്ഥാനത്തും 20 ലക്ഷത്തിൻ്റെ ഇത് കൂടിയിട്ടില്ല, പക്ഷേ നമ്മളിത് മൊത്തത്തിൽ എടുക്കണം. മൊത്തത്തിൽ അപ്പോൾ നമുക്ക് എന്താണ് 25 lakhs ആണ്. സോ നമ്മൾ എന്താണ് കമ്പൽസറിലി രജിസ്റ്റർ ചെയ്യണം. പാൻ ഇന്ത്യ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അഗ്രിഗേറ്റ് ടേൺ ഓവർ കാൽക്കുലേറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. നമ്മൾ രജിസ്ട്രേഷൻ ലയബിൾ ആണോ നോക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റേറ്റ് വൈസല്ല എടുക്കേണ്ടത്, മൊത്തത്തിൽ എടുക്കണം. മൊത്തം എല്ലാ സ്റ്റേറ്റിലും കൂടെ കൂട്ടിയിട്ട് എത്ര ടേൺ ഓവർ വരുന്നു എന്നുള്ള ബേസിലാണ് നമ്മളിത് എടുക്കുന്നത്. സോ 25 ലക്ഷം വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു എൻ്റർപ്രൈസ് മിസ്റ്റർ എക്സ് എന്തായാലും കമ്പൽസറിലി രജിസ്റ്റർ ചെയ്യണം. കാരണം 25 ലക്ഷം രൂപ ടേൺ ഓവർ ക്രോസ് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരും, ഇപ്പോൾ ഈ ഡൽഹിക്ക് പകരം നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആയിട്ടുള്ള മണിപ്പൂരിലാണെന്ന് വെച്ചോ ഈ ബിസിനസ്, മണിപ്പൂർ. പക്ഷേ എന്താണ്, ടേൺ ഓവർ നമുക്ക് ഇത് കുറയ്ക്കാം. ടേൺ ഓവർ കുറച്ചിട്ട് 10 ലക്ഷം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 5 ലക്ഷം ആക്കുന്നു. ഇപ്പോൾ 20 ലക്ഷമാണ്, 20 ലക്ഷം ക്രോസ് ചെയ്തിട്ടില്ല, അപ്പോൾ രജിസ്ട്രേഷൻ വേണ്ടാന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഈ മണിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ പെടുന്നതാണ്. അതായത് 10 ലക്ഷം ടേൺ ഓവർ വരുന്നതാണ്. അത് നമ്മുടെ ഇതിൽ മൊത്തം കൂട്ടുമ്പോൾ നമ്മുടെ 20 ലക്ഷം ആവുന്നുണ്ട്, അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം സ്റ്റേറ്റുകളും രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളാണ്. അതാണ് ഇതിൻ്റെ ക്രക്സ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ചതിൻ്റെ ക്രക്സ്. ഈ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ നമുക്ക് ബിസിനസ് ഉണ്ട്, ഇവിടുത്തെ ടേൺ ഓവർ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷമാണ്. സോ നമുക്ക് എല്ലാം മൊത്തത്തിൽ നമ്മുടെ ടേൺ ഓവർ ലിമിറ്റ് എന്തായി മാറും, 10 ലക്ഷമായിട്ട് മാറും. സോ നമ്മളിത് എല്ലാത്തിലും രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിളാണ്. ഇത്രയുമാണ് രജിസ്ട്രേഷനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ. ഇനി നമ്മൾ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ രജിസ്ട്രേഷൻ്റെ ആയിട്ടുള്ള ഓരോ ഫോംസ് ഉണ്ട്,
GST പോർട്ടലിൽ നമ്മൾ ഫയൽ ചെയ്യണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. തൽക്കാലം രജിസ്ട്രേഷൻ്റെ ബേസിക്സിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കുക.